പ്രവേശന പ്രായം 6 ആക്കാൻ തീരുമാനം. എൻട്രൻസ് പരീക്ഷ ഇനി പാടേയില്ല. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശന പ്രായം ഇനി മുതൽ 6 വയസ്സാക്കും. 2026-27 അധ്യയന വർഷം മുതൽ ഇത് നടപ്പാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഔപചാരിക വിദ്യാഭ്യാസത്തിനായുള്ള സ്കൂൾ പ്രവേശന പ്രായം കേരളത്തിൽ 5 വയസ്സാണ്. ശാസ്ത്രീയ പഠനങ്ങളും മറ്റും നിർദ്ദേശിക്കുന്നത് ഔപചാരിക വിദ്യാഭ്യാസ പ്രായത്തിനായി കുട്ടികൾ സജ്ജമാകുന്നത് 6 വയസ്സിന് ശേഷം എന്നതാണ്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസപരമായി വികസിത രാജ്യങ്ങളെല്ലാം തന്നെ ഔപചാരിക വിദ്യാഭ്യാസ പ്രവേശന പ്രായം 6 വയസ്സോ അതിന് മുകളിലോ ആക്കുന്നത്. പക്ഷെ കേരളീയ സമൂഹം എത്രയോ കാലങ്ങളായി കുട്ടികളെ 5 വയസ്സിലാണ് 1-ാം ക്ലാസ്സിൽ ചേർക്കുന്നത്. എന്നിരുന്നാലും വലിയൊരു വിഭാഗം കുട്ടികളെ 6 വയസ്സിൽ സ്കൂളിൽ ചേർക്കുന്ന അവസ്ഥ നിലവിലുമുണ്ട്. ഏതാണ്ട് 50% കുട്ടികൾ നിലവിൽ 6 വയസ്സിന് ശേഷമാണ് സ്കൂളിൽ എത്തുന്നത്. ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. 2026-27 അക്കാദമിക വർഷം 1-ാം ക്ലാസ് പ്രവേശന പ്രായം 6 വയസ്സാക്കി മാറ്റാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം അധ്യായം 4 വ്യവസ്ഥകൾ അനുസരിച്ച് 1-ാം ക്ലാസ് പ്രവേശനത്തിന് കുട്ടികൾക്ക് പരീക്ഷ നടത്താൻ പാടില്ല. ക്യാപിറ്റേഷൻ ഫീസ് വാങ്ങുന്നത് ശിക്ഷാർഹമായ നടപടിയാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെക്ഷൻ 13(1) AB ക്ലോസുകൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഈ നിയമം കാറ്റിൽ പറത്തി ചില വിദ്യാലയങ്ങൾ ഇത് തുടരുന്നതായി ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവർക്കെതിരെ പരാതി ലഭിച്ചാൽ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. ചോദ്യപേപ്പർ നിർമ്മാണവും സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന എല്ലാ പരീക്ഷകളും തികഞ്ഞ ഗൗരവത്തോടെ കൂടിയും അതിന്റെ വിശ്വാസ്യത നിലനിർത്തിയുമാണ് നടത്തുന്നത്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള പൊതുപരീക്ഷകളും ടേം പരീക്ഷകളും ഈ രീതിയിലാണ് നടത്തിവരുന്നത്. 10-12 ക്ലാസുകളിലെ പൊതുപരീക്ഷകൾ തെരഞ്ഞെടുക്കപ്പെട്ട ചോദ്യകർത്താക്കളാണ് തയ്യാറാക്കുന്നത്. ഈ വർഷം 10-ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിന് പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തിയത് 2 ദിവസം ശില്പശാല നടത്തി അതിൽ മികവ് തെളിയിച്ചവരാണ്. 11-12 ക്ലാസുകളിൽ ചോദ്യപേപ്പർ നിർമ്മാണം SSCERTയുടെ അക്കാദമിക മാർഗരേഖയും ഹയർ സെക്കൻഡറി പരീക്ഷാ മാനുവലും പ്രകാരമാണ് തയ്യാറാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഓരോ വിഷയത്തിനും 4 സെറ്റ് വീതമുള്ള ചോദ്യപേപ്പറുകൾ തയ്യാറാക്കിയതിൽ നിന്നും പരീക്ഷാ കമ്മീഷണറായ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒന്ന് തെരഞ്ഞെടുത്ത് പ്രിന്റ് ചെയ്യാൻ നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പോലും ചോദ്യങ്ങൾ കാണാൻ കഴിയില്ല എന്നതാണ് വസ്തുത. രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ചോദ്യപേപ്പർ തയ്യാറാക്കി നൽകുന്നത്. ഈ വർഷത്തെ ചില ചോദ്യപേപ്പറുകളിൽ ചില തെറ്റുകൾ സംഭവിച്ചു എന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ആഭ്യന്തര അന്വേഷണം നടത്തി എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയ ശേഷം തുടർ നടപടികൾ ഉറപ്പായും സ്വീകരിക്കും. പൊതുപരീക്ഷയുടെ രഹസ്യ സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകും. അന്വേഷണത്തിന് ശേഷം പരീക്ഷയുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് മാത്രം അറിയിക്കുകയും ആഭ്യന്തരമായ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി 1 മുതൽ 12-ാം ക്ലാസ് വരെ പരീക്ഷാ പരിഷ്കരണം നടപ്പിലാക്കും. നിരന്തര മൂല്യനിർണ്ണയം, ചോദ്യപേപ്പർ നിർമ്മാണം, പേപ്പറുകളുടെ മൂല്യനിർണ്ണയം, ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിൽ അധ്യാപകർക്കുള്ള പരിശീലനം, ചോദ്യബാങ്ക് തയ്യാറാക്കൽ എന്നിവയും ഈ വർഷം തന്നെ നടപ്പിലാക്കും. ഇവയ്ക്കുള്ള വിശദമായ മാർഗരേഖ ഏപ്രിൽ മാസം പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. പുതുക്കിയ ചോദ്യപേപ്പറുകളുടെ മാതൃകയും SSCERT തയ്യാറാക്കി പ്രസിദ്ധീകരിക്കും. പരീക്ഷാ രീതിയിൽ ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്.